ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് തന്നെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുക, ഫയലുകൾ ബാക്കപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഫോണിൽ പോർട്ടിൽ എന്തെങ്കിലും അങ്ങനെ കുറച്ച് ഇഷ്യൂസുകൾ നമ്മുടെ ഫോണിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കിപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സമയമാണോ നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിങ്ങിനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഫയലുകളെല്ലാം തന്നെ റീസെറ്റ് ആവുകയും പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഫോണിൽ സ്വീകരിക്കുക, ഫയലുകളെല്ലാം മാച്ചായി വന്നിട്ട് ഫോൺ ഓഫായിട്ട് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്ഡേറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ശേഷം ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആയിട്ട് അപ്ഡേറ്റിംഗ് റേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫോൺ ഓണായി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ചാൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 95% മാത്രമാണ്. ഒരു ഫോൺ അപ്ഡേറ്റിംഗ് കഴിഞ്ഞിട്ട് സക്സസ് ആയിട്ട് ഓണായി വരുവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 95% മാത്രമാണ്. 5% ചിലപ്പോൾ നമ്മുടെ ഫോണ് ബൂട്ട് ലൂപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഓണാകാത്ത ഒരു കണ്ടീഷനാണ്. അതായത് ഫോണിൻ്റെ ഒരു ലോഗോ മാത്രമായിട്ട് വന്ന്, സാംസങ് ആണെങ്കിൽ സാംസങ്, ലെനോവോ ആണെങ്കിൽ ലെനോവോ, അതിൻ്റെ ഒരു ലോഗോ മാത്രമായിട്ട് വന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും, ഫോൺ ഓൺ ആകില്ല. ആ ഒരു കണ്ടീഷനെയാണ് ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും 95% മാത്രമേ സക്സസ് ആവാനുള്ള ചാൻസ് ഉള്ളൂ. ഫോൺ ലൂപ്പ് ആവാനുള്ള ചാൻസ് 5% ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞ് ഫോൺ ഓണായി വന്നാലും പല ഇഷ്യൂസുകളും നമ്മുടെ ഫോണിൽ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഫോണിലെ ഫയൽ മാനേജർ ചിലപ്പോൾ ഓപ്പൺ ആക്കാൻ സാധിക്കാതെ വരിക, ക്യാമറ ഫെയിലായി പോവുക, ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആകാതെ വരിക, ഫോൺ വളരെയേറെ ഹീറ്റ് ആവുക, ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി പോവുക, ബാറ്ററി ചാർജ് കയറാതെ വരിക, അങ്ങനെ കുറച്ച് ഇഷ്യൂസുകൾ ഫോൺ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഫോൺ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ ചില ഞുടുക്ക് വിദ്യകൾ കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ അത് റെഡിയായി വരും. ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഫോണൊന്ന് ഹാർഡ് റീസെറ്റ് ചെയ്താലോ, അങ്ങനെ അല്ലെങ്കിൽ ബാറ്ററിയൊക്കെ ഒന്ന് മാറ്റിയിട്ടാലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫോണ് ഇഷ്യൂസുകൾ മാറാറുണ്ട്. എന്നാലും ഒരു ലാസ്റ്റ് പോം വഴി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു രീതിയിലും ശരിയാകാത്ത കണ്ടീഷൻ ആണെങ്കിൽ ലാസ്റ്റ് ഒരു പോം വഴി എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ റീഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോഫ്റ്റ്വെയർ ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ഫോണൊന്ന് ഷോപ്പിൽ കൊടുത്താൽ മാത്രമേ സാധിക്കുള്ളൂ. ഷോപ്പിൽ കൊടുത്ത് സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുന്ന ടൂൾസൊക്കെ ഉപയോഗിച്ച് മാത്രമേ നമ്മുടെ ഫോണിലേക്ക് സോഫ്റ്റ്വെയർ റീഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനായിട്ട് നമ്മൾ ഷോപ്പിൽ തന്നെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. നമുക്ക് പറ്റുന്ന സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോയി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യരുത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ടാണ് എൻ്റെ ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എറർ വന്ന് ഫോൺ ലൂപ്പ് ആവുകയാണെങ്കിൽ, അതായത് ഫോൺ ഓണാകാത്ത കണ്ടീഷൻ വരികയാണെങ്കിൽ, അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ഷോപ്പിൽ കൊണ്ടിട്ട് ശരിയാക്കാൻ സാധിക്കാതെ വരും. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, പിന്നെ തിങ്കളാഴ്ച മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ തിങ്കളാഴ്ച നമുക്ക് അർജൻറ്റായിട്ട് ജോലിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ, അതായത് ഫോണ് ഡെഡായി പോകണം, ഫോണ് ഓണാകാത്ത കണ്ടീഷൻ ആണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഫോൺ അപ്ഡേറ്റിങ്ങിനായിട്ട് അപ്പോൾ നിങ്ങൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം എന്ന് പറയാൻ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല കോളുകളും വരും, പല മെസ്സേജുകളും വരും, പല മെയിലുകളും വരും, പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നമ്മൾ വരുന്നതായിട്ടും ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ആവും, അതൊക്കെ ചെയ്യാൻ പറ്റാത്ത വരും. അത് നമുക്ക് വളരെയേറെ ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് നമുക്ക് പറ്റുന്ന സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോയി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ സോഫ്റ്റ്വെയർ അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത്, നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ കൊറോണ സമയമൊക്കെയാണ്, പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫോൺ കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഷോപ്പിൽ കൊടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ലോക്ക്ഡൗൺ ആയിരിക്കും, ഷോപ്പുകളൊന്നും തുറക്കാത്ത ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ചിലപ്പോൾ ലോക്ക്ഡൗണൊക്കെ തീരുന്നതിനായി ചിലപ്പോൾ ഒരു 1, 2, 3 ആഴ്ചകളൊക്കെ വേണ്ടി വരും. അപ്പോൾ ആ ഒരു ലോക്ക്ഡൗൺ പീരീഡൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കുറച്ച് സാവകാശം എടുക്കുക. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഷോപ്പുകളൊക്കെ തുറന്നിട്ട്, അതായത് നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും സാഹചര്യത്തിൽ
സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷം സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി തന്നെ ശരിയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണിലെ സോഫ്റ്റ്വെയർ നിങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ എന്തെങ്കിലും പ്രോബ്ലംസ് വന്ന് ഫോണ് ഓഫായിട്ട് നമുക്ക് ഓഫായ ഫോണിൽ തന്നെ നോക്കി നിൽക്കേണ്ട ഒരു ഗതി വരും എന്നുള്ളതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്ന ഉടൻ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ സമയവും കാലവും ഒക്കെ നോക്കി മനസ്സിലാക്കി നല്ലൊരു സാഹചര്യമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യാവൂ. കാരണം ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് പറയാറുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കേട്ടാൽ പക്ഷേ പ്രശ്നമാണ്, ഫോണിൽ പല പ്രോബ്ലംസ് വരുന്നു, ഫോൺ ഓൺ ആവുന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ ലാസ്റ്റ് പോംവഴി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഷോപ്പിൽ കൊടുത്താലേ സാധിക്കുള്ളൂ. അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു അറിവ് മറ്റുള്ളവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.